തീരുമാനത്തെക്കുറിച്ചും നടപടിയെക്കുറിച്ചും താങ്കൾ അറിഞ്ഞു കാണും. താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ നടപടി വരികയാണ്. തൃപ്തികരമാണോ? ആശ്വാസകരമാണ്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല, മുഖ്യമന്ത്രി ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടി കൂടിയാണ്. ഒന്നാം ഘട്ടത്തിൽ സുജിത് ദാസ് പോയി IPS, ഇപ്പൊ ശശിധരൻ IPS പോകുന്നു, ഡിവൈഎസ്പിമാര് പോകുന്നു. ഈ അജിത് കുമാറിന്റെ കൊള്ളസംഘത്തിലുള്ളവർ മുഴുവൻ, കാരണം ഞാൻ ആരോപിച്ച പുറത്തു പറഞ്ഞ കാര്യങ്ങളിൽ 99% നടന്നത് ഈ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു കാരാക്കൂസ് സംഘം തന്നെയായിരുന്നു വീണ്ടും ഇവിടെ വന്നിരുന്നത്. ആ സംഘത്തിലെ പ്രബലരാണ് ഇപ്പൊ ജില്ലക്ക് പുറത്തു പോകുന്നത്. സ്വാഭാവികമായിട്ടും ശക്തമായ അടുത്ത വിക്കറ്റ് വീണു. അല്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കും, ഈ വീഴാതെ പോവില്ല. ഇപ്പൊ ആടി നിൽക്കുന്ന വിക്കറ്റുകളും തെറിക്കും. താങ്കൾ നടപടിക്രമല്ലേ? പറഞ്ഞോളൂ. അല്ല, അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണല്ലോ. നമുക്ക് നോക്കാം. ഈ ഗവൺമെന്റിൽ ഈ പാർട്ടി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്, പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്, അവരെ ഒരാളെയും ഇതിൽ നിലനിർത്തില്ല, ശക്തമായ നടപടികൾ ഉണ്ടാകും. ഇപ്പൊ വരുന്ന ഈ ക്രിമിനലിസം കണ്ടാണ് പുതിയ ഒരു എന്താ പറയാ പുതുതലമുറ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ പോലീസിലേക്ക് വരുന്നവർക്ക് എന്ത് മാതൃകയാണ് ഈ അജിത് കുമാറിനൊക്കെ കൊടുക്കാനുള്ളത്? ഈ കൊള്ളസംഘത്തിന്റെ ഭാഗമായിട്ടുള്ള മാതൃകയാണോ? സ്വാഭാവികമായിട്ടും ഒരു സേനയെ തന്നെ താങ്കൾ പറഞ്ഞു 99% താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നടപടികളെന്ന്. താങ്കൾ ഏറ്റവും കൂടുതൽ ആരോപണം 99% ആരോപണം ഉന്നയിച്ചതും ADGP MR അജിത് കുമാറിനെതിരെയാണ്. ആ നടപടിയും ഉടൻ പ്രതീക്ഷിക്കാമോ? എന്ത് സംശയം? Kerala is waiting for that. All Kerala people, including all parties, without caste and creed. Everybody wants to know that. We are expecting that. If God bless us, we can see it. അത്രേ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.